മലയാളത്തിന് നികത്താനാകാത്ത നഷ്ടമാണ്. മലയാളത്തിൻ്റെ വായനാനുഭവങ്ങളിൽ ഏതാണ്ട് 9 പതിറ്റാണ്ട് കാലത്തോളം തലമുറകളെ ആവേശം കൊള്ളിപ്പിക്കുകയും തലമുറകൾക്ക് വായനാനുഭവത്തിൻ്റെ കരുത്ത് പകർന്നു നൽകുകയും ചെയ്ത ഒരു എഴുത്തു ജീവിതമാണ് എം ടിയുടെ നിര്യാണത്തോടെ അവസാനിക്കുന്നത്. യഥാർത്ഥത്തിൽ എം ടിയുടെ മരണം ഒരു യാഥാർത്ഥ്യമായി നമ്മൾ അംഗീകരിക്കുമ്പോഴും എം ടി മലയാളിക്ക് സമ്മാനിച്ച വരികളും അതിലെ കഥാപാത്രങ്ങളും മരണമില്ലാതെ മലയാളം ഉള്ളിടത്തോളം കാലം മലയാളിയോടൊപ്പം ജീവിക്കുകയാണ്. നിലപാടുകളിൽ നല്ല കാർക്കശ്യം ഉയർത്തിപ്പിടിച്ചിരുന്ന എഴുത്തുകാരനായിരുന്നു എം ടി. മലയാളത്തിൻ്റെ സാഹിത്യത്തിനും സിനിമാ ലോകത്തിനും എം ടി നൽകിയ സംഭാവനകൾ മാത്രമായിരുന്നില്ല, ധാരാളമായി വാചാലമാകില്ലെങ്കിലും മലയാളത്തിൻ്റെ പൊതു സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ സന്ധിയില്ലാത്ത കാർക്കശ്യമുള്ള നിലപാടുകൾ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു മലയാളത്തിൽ എഴുത്തുകാരനെ പ്രത്യേകമായി പ്രചോദിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ നാളത്തെ ക്യാബിനറ്റ് യോഗം ഉൾപ്പെടെ മാറ്റിവെച്ചുകൊണ്ട്, ഇന്ന് ബുധനാഴ്ചയായതുകൊണ്ട് നാളെ ക്യാബിനറ്റ് യോഗം ചേരുകയായിരുന്നു. നാളത്തെ ക്യാബിനറ്റ് യോഗം ഉൾപ്പെടെ മാറ്റിവെച്ചുകൊണ്ട് ഔദ്യോഗികമായ 2 ദിവസത്തെ ദുഃഖാചരണത്തിലേക്ക് കിടക്കുകയാണ്. പൊതുപരിപാടികൾക്ക് 2 ദിവസം മാറ്റമുണ്ടാകും. എം ടിയോട് കേരളം കാണിക്കുന്ന ആദരവ് ഒരുപക്ഷെ ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ എം ടി വിലമതിക്കാനാകാത്ത വിധം മലയാളി അതിൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച വലിയ എഴുത്തുകാരനായിരുന്നു. മലയാളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ വായനാനുഭവത്തിൻ്റെ നടുത്തളത്തിൽ അദ്ദേഹം കെട്ടിയ നാലുകെട്ട് ലോകമുള്ളിടത്തോളം കാലം മലയാളിയോടൊപ്പം തന്നെ സഞ്ചരിക്കും. എം ടി എന്ന മഹാനായ എഴുത്തുകാരൻ്റെ, മലയാളത്തിലെ എഴുത്തിൻ്റെ കുലപതിയുടെ, തലമുറകൾക്ക് അക്ഷരത്തിൻ്റെ അഗ്നി പകർന്നു നൽകിയ, സമാനതകളില്ലാത്ത, പകരം വയ്ക്കാനില്ലാത്ത എഴുത്തുകാരൻ്റെ സമുജ്വലമായിട്ടുള്ള സ്മരണകൾക്ക് മുമ്പിൽ സംസ്ഥാന സർക്കാരും വ്യക്തിപരമായും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.